Dear students, welcome to Learner's World. In this video, I'm going to talk about excerpt from Public Speaking for Success by Dale Carnegie. FIUGP Semester 4 SEC Commerce and Management under Calgary University. Summary of excerpt from Public Speaking for Success. ഈ ഒരു വർക്ക് ഡെയിൽ ഗാർണേജിയാണ് എഴുതിയിട്ടുള്ളത്. ഇത് പബ്ലിക് സ്പീക്കിംഗ്, നമ്മൾ പൊതുസമൂഹത്തിന് മുമ്പിലൊക്കെ നമ്മൾ പ്രസംഗിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരു പ്രസംഗം എന്ന് പറയുന്നത് എന്താണ്, അതിലെന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വർക്കിൽ പറയുന്നത്. Dale Carnegie's Public Speaking for Success explains how effective speaking can influence people, build confidence and lead to personal and professional success. അപ്പോൾ ഡെയിൽ കാർണേജി ചെയ്തിട്ടുള്ള ഈ ഒരു പബ്ലിക് സ്പീക്കിംഗ് ഫോർ സക്സസ് എന്ന് പറയുന്നത് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഇഫക്റ്റീവ് സ്പീക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ ജനങ്ങളോട്, അതായത് ആളുകളോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും, നമ്മളിലൊരു പ്രചോദനം ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ കഴിയും. അത് നമ്മളെ പേഴ്സണൽ ലൈഫിൽ, വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ലൈഫിലും വിജയം കണ്ടെത്താൻ കഴിയും എന്നാണ് പറയുന്നത്. According to Carnegie, public speaking is not just about talking but communicating ideas in a way that educates, persuades, motivates and engages an audience. അപ്പോൾ കാർണേജിയുടെ അഭിപ്രായത്തിൽ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് വെറും ഒരു സംസാരം മാത്രമല്ല. അതായത് ഈ നാലാളെ മുമ്പിൽ പ്രസംഗിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ, അത് വെറും ഒരു ടോക്കിംഗ് മാത്രമല്ല, മറിച്ച് ഒരു ആശയവിനിമയം അതിലൂടെ നടത്തുന്നുണ്ട്. അതായത് ഐഡിയാസ് കൺവേ ചെയ്യുന്നുണ്ട്, അതിലൂടെ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ അവർക്ക് വിവരങ്ങൾ കിട്ടുന്നുണ്ട്, അവരെ പ്രേരിപ്പിക്കുന്നുണ്ട്, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, പ്രചോദനം നൽകുന്നുണ്ട്, അങ്ങനെ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യുന്നുണ്ട് ഇതിലൂടെ, ഈ ടോക്കിങ്ങിലൂടെ. എവരി സ്പീച്ച് ഹി സേസ് ഷുഡ് സെർവ് എ ക്ലിയർ പർപ്പസ്. അപ്പോൾ അവർ പറയുന്നത് ഓരോ സ്പീച്ചും അതിൻ്റേതായിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം, ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം എന്നാണ് ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. കാർണേജി ഐഡൻറ്റിഫൈസ് 4 മെയിൻ ഗോൾസ് ഓഫ് സ്പീക്കിംഗ്. അപ്പോൾ ഇതിൽ 4 ലക്ഷ്യങ്ങളുണ്ട് ഒരു സ്പീക്കിങ്ങിന്, ഒരു പബ്ലിക് സ്പീക്കിങ്ങിന്, ഒരു ഇഫക്റ്റീവായിട്ടുള്ള സ്പീക്കിങ്ങിന് 4 മെയിൻ ഗോൾസ് ഉണ്ട് എന്നാണ് പറയുന്നത്. എ സ്പീക്കർ മേ എയിം ടു എഡ്യൂക്കേറ്റ് ദ ഓഡിയൻസ് ബൈ ഷെയറിങ് നോളജ് ക്ലിയർലി ആൻഡ് സിംപ്ലി. അതായത് ഒരു സ്പീക്കർക്ക് ഓഡിയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ കഴിയും, അതായത് അയാളുടെ അറിവുകളൊക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ സിമ്പിളായിട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ കഴിയും. Another goal is persuasion, which involves changing the audience opinions, which involves changing the audience opinions or attitudes. വേറൊരു ഗോൾ എന്ന് പറയുന്നത് പെർsuasionആണ്, അതായത് പ്രേരിപ്പിക്കുക. അതായത് ഈ ഒരു പബ്ലിക് സ്പീക്കിംഗ് നല്ല രീതിയിലുള്ള എഫക്റ്റീവായിട്ടുള്ള ഒരു സ്പീക്കിങ്ങിലൂടെ ഓഡിയൻസിൻ്റെ ആറ്റിറ്റ്യൂഡിൽ, അവരുടെ ഒപ്പീനിയനിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കും. A speech may also inspire action by motivating listeners to do something specific. അതായത് ഒരു സ്പീച്ച്, ഒരു നല്ലൊരു സ്പീച്ച് എന്ന് പറയുന്നത്, ഒരു ഇഫക്റ്റീവായിട്ടുള്ള സ്പീച്ച് എന്ന് പറയുന്നത് ലിസണേഴ്സിനെ ഇൻസ്പയർ ചെയ്യാൻ കഴിയും, പ്രചോദനം നൽകാൻ കഴിയും, അതോടൊപ്പം തന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയും. Finally, a speaker should entertain or inform by keeping the audience interested through stories, examples and human experiences. അവസാനമായിട്ട് പറയുന്നത്, ഒരു സ്പീക്കർക്ക് വളരെ രസകരമായിട്ട്, ആനന്ദകരമായിട്ട് തൻ്റെ ഓഡിയൻസിനെ കഥകളിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും നമ്മുടെ നിത്യജീവിതത്തിലുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ അവരെ എൻ്റർടൈൻ ചെയ്യാൻ കഴിയും, അതോടൊപ്പം തന്നെ അവരെ ഇൻഫോം ചെയ്യാൻ കഴിയും, അവർക്ക് വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയും, അവരെ എഡ്യൂക്കേറ്റ് ആക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. To persuade people effectively, Carnegie recommends enthusiasm, force and repetition. അപ്പോൾ മനുഷ്യരെ പെർsuade ചെയ്യാൻ, പ്രേരിപ്പിക്കാൻ ഉത്സാഹം, ശക്തി, ആവർത്തനം എന്നിവ അനിവാര്യമാണെന്ന് കാർണേജി പറയുന്നുണ്ട്.
ഹി ഓൾസോ എംഫസൈസസ് ദ യൂസ് ഓഫ് 3 ക്ലാസിക്കൽ മെത്തേഡ്സ് ഓഫ് പെർsuasion. അപ്പോൾ പെർsuasion പ്രേരണയ്ക്ക് അദ്ദേഹം 3 ക്ലാസിക്കൽ മെത്തേഡ്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഇത്തോസ്. ഇത്തോസ് റെഫേഴ്സ് ടു ദ സ്പീക്കേഴ്സ് ക്രെഡിബിലിറ്റി ആൻഡ് ട്രസ്റ്റ്വർത്തിനെസ്. ഇത്തോസ് എന്ന് പറഞ്ഞാൽ സ്പീക്കറുടെ പ്രസംഗം നടത്തുന്ന ആളുടെ വിശ്വാസ്യതയും അതുപോലെ അധികാരത്തെയൊക്കെ സൂചിപ്പിക്കുന്നു. ലോഗോസ് ഇൻവോൾവ്സ് ലോജിക്കൽ റീസണിങ് ആൻഡ് ക്ലിയർ ആർഗ്യുമെൻറ്റ്സ്. ലോഗോസ് എന്ന് പറഞ്ഞാൽ യുക്തിപരമായിട്ടുള്ള ചിന്തയും വ്യക്തമായിട്ടുള്ള വാദങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നു ലോഗോസിൽ. പാത്തോസ് appeals to emotions such as pride, fairness, fear or personal benefit. പാത്തോസ് എന്ന് പറഞ്ഞാൽ അഭിമാനം, നീതി, സുരക്ഷ, വ്യക്തിപരമായിട്ടുള്ള ലാഭം തുടങ്ങിയ വികാരങ്ങളൊക്കെയാണ് അഭിമുഖീകരിക്കുന്നത്. എ സക്സസ്ഫുൾ സ്പീച്ച് ബാലൻസസ് ഓൾ ത്രീ. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മികച്ച പ്രസംഗം എന്ന് പറയുന്നത് ഈ 3 ഘടകങ്ങളുടെയും ഒരു സമതുലിതമായിട്ടുള്ള ഒരു സംയോജനമാണെന്നാണ് പറയുന്നത്. കാർണജി സ്ട്രെസ്സസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രോപ്പർ സ്പീച്ച് സ്ട്രക്ചർ. അതുപോലെ ഒരു നല്ല പ്രസംഗത്തിന് ഒരു പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടായിരിക്കണമെന്ന് കാർണജി പറയുന്നുണ്ട്. എ ഗുഡ് സ്പീച്ച് നീഡ്സ് എ സ്ട്രോങ് ബിഗിനിങ്, എ ക്ലിയർ മിഡിൽ ആൻഡ് എ പവർഫുൾ കൺക്ലൂഷൻ. നമ്മളൊരു സ്പീച്ച് നമ്മൾ ചെറിയ കുട്ടിയൊക്കെ ആയിരുന്ന സമയത്ത് ഒരു സ്പീച്ച് പഠിക്കുന്ന സമയത്ത് സ്പീച്ചിൻ്റെ സ്ട്രക്ചറും കൂടി നമ്മൾ പഠിക്കും. അതായത് ഒരു സ്പീച്ചിന് ഒരു ബിഗിനിങ്, ഒരു തുടക്കം ഉണ്ടായിരിക്കണം, ഒരു ക്ലിയർ ആയിട്ടുള്ള മിഡിൽ പോർഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഒരു പവർഫുൾ കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. He suggests structures such as direct argument, problem solution, credibility first and focusing on 2 or 3 strong key points. അതുപോലെ തന്നെ അദ്ദേഹം സ്ട്രക്ചറെ കുറിച്ചിട്ട് അതിൻ്റെ ഈ ഒരു സ്പീച്ചിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഒരു ഡിറക്റ്റ് ആർഗ്യുമെൻ്റ് ഉണ്ടായിരിക്കണം, അതായത് ഒരു നേരിട്ടുള്ള വാദരീതി ഉണ്ടായിരിക്കണം, ഒരു പ്രോബ്ലം സൊല്യൂഷൻ ഉണ്ടായിരിക്കണം, പ്രശ്നപരിഹാര മാതൃക ഉണ്ടായിരിക്കണം, ക്രെഡിബിലിറ്റി ഫസ്റ്റ് ആൻഡ് ഫോക്കസിങ് ഓൺ 2 or 3 സ്ട്രോങ് കീ പോയിൻറ്റ്സ്. വിശ്വസ്തത ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട 2 അല്ലെങ്കിൽ 3 ആശയങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. പ്രിപ്പറേഷൻ ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ തയ്യാറെടുപ്പ് നടത്തണം, അത് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്രസംഗം പറയുന്നതിന് മുമ്പ്. കാർണജി അഡ്വൈസസ് സ്പീക്കേഴ്സ് നോട്ട് ടു റീഡ് ഫ്രം എ സ്ക്രിപ്റ്റ്. കാർണജി നമുക്ക് നൽകുന്ന അഡ്വൈസ് സ്പീക്കേഴ്സിനോട്, അതായത് ഈ പ്രസംഗകരോട് പറയുന്നത് ഒരിക്കലും ഒരു സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ട് നിങ്ങൾ പ്രസംഗം നടത്തരുത്. അതായത് നമ്മളൊരു പേപ്പറിൽ എഴുതിയിട്ട് അതിങ്ങനെ വായിക്കുന്ന ആ ഒരു പ്രവണത ഉണ്ടാവരുത്. ഇൻസ്റ്റെഡ് സ്പീക്കേഴ്സ് ഷുഡ് പ്രാക്ടീസ് ബൈ സ്പീക്കിംഗ് അലൗഡ്, റിഫൈനിങ് ദെയർ ഐഡിയാസ് ആൻഡ് യൂസിങ് മെൻ്റൽ ഇമാജസ് ടു റിമെമ്പർ പോയിൻറ്റ്സ്. അപ്പോൾ നമ്മളൊരു പ്രസംഗം നടത്തുന്നതിന് മുമ്പ് നമ്മളത് ആദ്യം വായിച്ച് മനസ്സിലാക്കി ആശയങ്ങളൊക്കെ ഉച്ചത്തിൽ ശബ്ദത്തിൽ പറയണം. അതുപോലെ മനസ്സിൽ ദൃശ്യങ്ങൾ സൃഷ്ടിച്ച് ഓർമ്മിക്കുക തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് ഫലപ്രദമായിട്ടുള്ള മാർഗ്ഗങ്ങൾ എന്നാണ് പറയുന്നത്. ദിസ് റോഡ് ട്രിപ്പ് മെത്തേഡ് ഹെൽപ്സ് റീകോൾ ഐഡിയ സ്മൂത്ത്ലി. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് റോഡ് ട്രിപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. ആശയങ്ങൾ ക്രമത്തിൽ ഓർക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഒരു പ്രസംഗം നടത്തുന്നതിന് മുമ്പ് നല്ല തയ്യാറെടുപ്പ് നടത്തണം. നമ്മളവിടെ പോയിട്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ട് ആ പേപ്പർ ഇങ്ങനെ വായിച്ച് പോകരുത്. അതായിരിക്കില്ല ഒരു പ്രസംഗം. അതിന് പകരമായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ വേണം. നല്ല രീതിയിൽ വായിച്ച് അതിൻ്റെ ആശയങ്ങളൊക്കെ മനസ്സിലാക്കി ഉച്ചത്തിൽ വായിക്കണം. എന്നാലേ ഉച്ചത്തിൽ നമ്മളത് പ്രസംഗിച്ച് ശീലിക്കണം. അതോടൊപ്പം തന്നെ അതിനൊരു റോഡ് ട്രിപ്പ് മെത്തേഡ് എന്ന് പറയുന്നുണ്ട്. ഇതിലൂടെ നമുക്ക് കുറച്ചും കൂടെ ഐഡിയാസൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഓർമ്മിച്ചെടുക്കാനും അവതരിപ്പിക്കാനൊക്കെ കഴിയും. Finally, delivery matters greatly. A speaker should begin confidently, connect with the audience through eye contact, speak with passion and with a strong conclusion. അതായത് നമ്മൾ പ്രസംഗം നടത്തുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. അതായത് പ്രസംഗത്തിൻ്റെ അവതരണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആത്മവിശ്വാസത്തോടെ നമ്മളൊരു പ്രസംഗം തുടങ്ങുന്നത് തന്നെ കോൺഫിഡൻറ്റോട് കൂടി തുടങ്ങണം. ഐ കോണ്ടാക്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ ആവേശത്തോടെ സംസാരിക്കണം. ശക്തമായിട്ടുള്ള സമാപനത്തോടെ പ്രസംഗം അവസാനിപ്പിക്കണം എന്നാണ് പറയുന്നത്. വിത്ത് പ്രാക്ടീസ്, പ്രിപ്പറേഷൻ ആൻഡ് കോൺഫിഡൻസ് എനിവൺ ക്യാൻ ബിക്കം ആൻ ഇഫക്റ്റീവ് പബ്ലിക് സ്പീക്കർ. നല്ല നിരന്തര അഭ്യാസം, കൺസിസ്റ്റൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ, നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ
ആർക്കും മികച്ച പ്രസംഗകനാകാം എന്നാണ് പറയുന്നത്.